അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അതുകൊണ്ട് നമ്മളെല്ലാം കണ്ടിറങ്ങിയത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ഹല്ലേലൂയ. അത്ഭുതം കണ്ടാൽ നമുക്ക് കർത്താവിന്റെ പുറകെ ഇറങ്ങി. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞു, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ഹല്ലേലൂയ. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വഴികളും ദൈവത്തിന്റെ വഴികളും അത്ര ഉന്നതമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, നാം ദൈവത്തിന്റെ പദ്ധതിയിലായിരിക്കുന്നെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. അവിടെ നമ്മൾ മുന്നോട്ട് നടത്തുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ ആലോചന ദൈവത്തിന്റെ ആലോചനയാണ്. ആമേൻ. അത് ദൈവത്തെ അറിയാത്തവർക്കെല്ലാം അത് അസാധ്യമായി തോന്നുമ്പോൾ, അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അതിന് പറയുന്ന ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു ഭക്തന് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് എത്രയോ ഉന്നതകരമായിരിക്കുന്ന ദൈവിക പദ്ധതികൾക്ക്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ എത്ര ഉന്നതകരമായിരിക്കുന്ന എന്റെ തലമുറ, എന്റെ കുടുംബം ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ എത്ര ഉന്നതകരമായിരിക്കുന്ന അനുഭവത്തിലാണ് ഞാൻ യേശുവിനെ നമ്മൾ അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. ഇനി നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആമേൻ. നമ്മളല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നാം കർത്താവിനെ അനുസരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രമാണത്തിന് മുമ്പിൽ അതുകൊണ്ട് ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിച്ച, കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്നെ കണ്ണു തുറക്കണമേ. ഹല്ലേലൂയ. ഈ വചനം ആരനുസരിക്കുന്നുവോ അവർ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. അവർ കാണുന്നത്, അവിടെ തുറയപ്പെടുന്നത് ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ഓർത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്ന ദൈവസഭ. ആമേൻ. ആദ്യമായി പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന സമയത്ത് ആമേൻ സ്വരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷയിൽ ഓരോരുത്തരുടെ ഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ ആമേൻ ജാതികളായിരിക്കുന്നവർ ഹല്ലേലൂയ അവിടെ വന്നിട്ട് പറയുക, അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ വിളിച്ചു പറയുന്നു. ആമേൻ 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 സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ ആരാധനയിലും നമ്മുടെ നാവിൽ നമ്മൾ വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചെയ്ത ഒന്നുമല്ല നാം ദൈവത്തെ വിളിച്ചു പറയുന്നത്, നമുക്ക് വേണ്ടി ദൈവം ചെയ്ത വൻകാര്യങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പാടിയ പാട്ടിലെല്ലാം അത് തന്നെയാണ്. ഹല്ലേലൂയ. പ്രഹാമിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇസഹാക്കിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. ആമേൻ. സിംഹത്തിന്റെ ഭൂമിയിൽ ദൈവം ഇറങ്ങി വന്നു. തീയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവിടെ എല്ലാം എന്താ ആമേൻ സന്നദ്ധ ജനം കണ്ടത്? ആമേൻ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ആമേൻ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ കാണുവാൻ കഴിയായിരുന്നു. ഇതിന് പകരം നമുക്ക് വിശ്വസിക്കാം, പിശാചിന്റെ മുറമുള്ള അസാധ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം വിളിച്ചു പറയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇവിടെ നിനക്ക് ആമേൻ സ്തോത്രം ആര് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും? ഇവിടെ നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിന്റെ കുടുംബക്കാരില്ലല്ലോ, ആമേൻ നിന്റെ ബന്ധമില്ലല്ലോ, സ്വന്തമില്ലോ എന്ന് പറയുന്ന ഇന്ന് പോൽക്കാലം ദൈവ ശബ്ദത്തിന് മുന്നിൽ വിളിച്ചു പറ, ആമേൻ സ്തോത്രം ചെയ്ത് അസാധ്യങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൂടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൂടെയുണ്ട്. ആമേൻ ആമേൻ. നമുക്ക് ആമേൻ സ്തോത്രം നന്മ കാണിക്കുമെന്ന് ആര് നമുക്ക് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇപ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ പറയുക, കർത്താവേ, ഈ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് ദൈവസന്നിധി വിളിച്ചു പറയാൻ കഴിയണം. ആമേൻ. എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലത നിവർത്തിക്കുന്നു അത്യുന്നതനായിരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. ആ കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇതുപോലെ കാലം പ്രതിസന്ധികളുണ്ടെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിലും അവിടെയെല്ലാം വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. ഈ പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇതുവരെ ഒരു പ്രതിസന്ധിക്ക് നമ്മളെ തകർക്കാൻ കഴിയില്ല. ആമേൻ സ്തോത്രം ചെയ്തൊരു മരുഭൂമിയിൽ നമ്മൾ വീണു പോകാൻ ദൈവം അനുവദിച്ചില്ല. അവിടെയെല്ലാം നമ്മളെ താങ്ങി നടത്തിക്കൊണ്ടുവന്ന ആ വേദിയോളം നമ്മളെ കൊണ്ടെത്തിച്ച എപ്പോൾ തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെയൊക്കെ നല്ല ദൈവമായിരുന്നു. ഹല്ലേലൂയ. ഇന്നും എനിക്ക് കർത്താവ് എനിക്ക് നല്ല ദൈവമാണ്. ആമേൻ സ്തോത്രം. നാളെ എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിവോടെ ഇതുപോലെ വിശ്വാസത്തോടെ കർത്താവിന്റെ മുന്നുകരുത്ത് ഇന്ത്യയോളം നമ്മളെ നടത്തിക്കൊണ്ടുവന്ന കർത്താവിന്റെ എല്ലാം ദൈവിക പദ്ധതികളെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യണം.